എന്താ ഇത്? ഹായ് ശ്വേത ചേച്ചി, ഹാപ്പി ഓണം. അഡ്വാൻസ് ഹാപ്പി ഓണം. ഹാപ്പി ഓണം ചേച്ചി. നമ്മള് ഓണം നേരത്തെ തന്നെ അങ്ങ് തുടങ്ങി. അതെ, നമുക്ക് ഓണം നമ്മളാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് തുടങ്ങിയ ഒരു 10 ദിവസം ഒരാഴ്ച മുമ്പ് തന്നെ. അങ്ങനെ ആയിരിക്കണമല്ലോ. അതെ, ആ ആഘോഷത്തിന്റെ ഒരു ആദ്യത്തെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ എങ്ങനെയുണ്ട് നമ്മുടെ അത്തപ്പൂക്കളം? സൂപ്പർ ആയിട്ടുണ്ട്. അല്ല, ബാക്കി ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? കുറെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് കരക്കാര് എവിടെ പോയി? മുങ്ങിയെന്ന് എനിക്ക് അല്ല, 2 പേർക്കും ഞാൻ 50,000 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഓണം കുറച്ചും കൂടി എന്താ പറയാ കളർഫുൾ ആക്കാൻ വേണ്ടിട്ട് അവന് പറഞ്ഞ പോലെ തന്നെ പരിപ്പ് വേണ്ട, പരിപ്പ് വേണ്ട, കിഴങ്ങേറ് വേണ്ട, പപ്പടം വേണ്ട. അതൊക്കെ ഗ്യാസ് ആണ്, അതെല്ലാം ഒഴിവാക്കി. ഗ്യാസ് വരുന്ന എല്ലാ സാധനവും ഒഴിവാക്കിയോ? ശരി ശരി ശരി, ഞാൻ വിളിക്കാമേ കേട്ടോ. പപ്പട ഗ്യാസ് അല്ലേ അപ്പൊ പപ്പടം ആയിക്കോ. ഓക്കെ ശരി, ഞാൻ പറഞ്ഞു. സദ്യ സെറ്റ്. ഞാൻ നിങ്ങൾക്ക് 50,000 തന്നിട്ടുണ്ടായിരുന്നു ചേച്ചി. 10,000 കൂടെ ഞാൻ കയ്യിൽ നിന്നിട്ട് 60,000 രൂപയുടെ സെറ്റപ്പ് ചെയ്തത്. പിന്നെ അങ്ങനെയല്ല, ഊഞ്ഞാല് കണ്ട ചേച്ചി എത്ര രൂപയെന്നറിയോ സാധനത്തിന്? 35,000 രൂപ. ഇവിടെ നിന്ന് കൊണ്ടുവന്ന. അയ്യോ, എന്റെ അച്ഛൻ അപ്പുറത്തെ കടയിൽ നിന്ന് മേടിച്ച് ഇങ്ങനെ കെട്ടിത്തരൂലോ. അപ്പുറത്തെ 2 വീട്ടിലെ കിണറ്റിൽ കയറില്ലെന്ന് പറഞ്ഞിട്ട് നിന്റെ വീട്ടിൽ ഊഞ്ഞാല്. ചേച്ചി പിന്നെ കുട ഉണ്ടാ? ഓരോ കുടക്ക് എത്ര രൂപ വാടക? 4,000 രൂപ വെച്ച് വാടക. എന്റെ ഡ്രസ്സിന്റെ ബാക്കിയാണോ അതില്? നിന്റെ കൂടെ ഞാനിത് എവിടെ നിന്ന് റെന്റ് എടുത്തോണ്ട് സാധനം എന്ന് പറയാ ചേച്ചി. ഞാൻ പറഞ്ഞല്ലേ ചേച്ചി 50 തന്നു, 10 എനിക്ക് ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷിച്ചു കേട്ടോ നോബി. സദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഊണിന് 850 രൂപ വെച്ചാണ് ഞാൻ അറേഞ്ച് ചെയ്തത്. ചേച്ചി അഖിലേട്ടൻ വരുന്നുണ്ട്. ഞങ്ങളുടെ 50,000-ന് ചേച്ചിക്ക് ഒരു 3 ലക്ഷത്തിന്റെ മതിപ്പ് ഞങ്ങൾ തരും. എന്റെ ചേട്ടൻ ഒന്ന് വന്നട്ടെ. ഓവറാവണം, എന്നാലേ ആൾക്കാർ ശ്രദ്ധിക്കൂ. പക്ഷെ ഈ അഖിൽ എവിടെ? എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹാപ്പി ഓണം അഖിലേട്ടാ. ഹാപ്പി ഓണം. 50,000 തന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് പറഞ്ഞുതരാം. തന്ന 50,000 10 കൂടെ 60,000 രൂപയ്ക്ക് ഞാൻ ഫുൾ സെറ്റപ്പ്. എത്ര ഇട്ട്? 10 കൂടെ 60. എന്റെ പൊന്നു ചേച്ചി, എത്ര വർഷം കൊണ്ട് നമ്മളെ ഓണം ആഘോഷിക്കുന്നത്. ഇങ്ങനെയാണോ ചേച്ചി ഒരു ഓണം സെറ്റ് ചെയ്യേണ്ടത്? അത് ഇതൊക്കെ പഴമയാണ്. നമ്മൾ പുതിയ കാലഘട്ടം മാറിക്കൊണ്ട് നമ്മൾ പുതിയ പരിപാടി പിടിക്കണം. ഞാൻ ഓണത്തിന് മാവേലി മാറ്റി നീ ആറകയറ്റും. ഓണത്തിന് ഞങ്ങൾ വിഷു ആഘോഷിക്കും. നീ ഇതിലെ ഒരു കാര്യം ചോദിച്ചോട്ടാ, ഈ ഓണം ബാബുബലി ഇടാൻ പോകരുത്, അത്രേ ഉള്ളൂ. ഞാൻ പക്ഷെ ചേച്ചി ഉള്ള കാര്യം പറയാമല്ലോ. ചേച്ചി 50,000 രൂപ എനിക്ക് തന്നു, നമുക്ക് തന്നു. ഞാൻ 1 ലക്ഷം രൂപയുടെ പരിപാടി സെറ്റ് ചെയ്ത് 50,000 രൂപ എക്സ്ട്രാ ആയി. എക്സ്ട്രാ ആയതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഓണത്തിന് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന വേട്ടക്കാരൻ ഡ്യൂപ്ലിക്കേറ്റ് അല്ല, മൊത്തത്തിൽ ഒറിജിനലാണ്. അതായത് അല്ലല്ല, വേട്ടക്കാരന്റെ കയ്യിലിരിക്കുന്ന തോക്ക് ഡമ്മി അല്ല, ഒറിജിനൽ ആണ്. അതിനാണ് 50,000 രൂപ. അങ്ങനെ ഫുൾ പരിപാടി സമ്മതിക്കണം. അബദ്ധത്തിൽ കയ്യിൽ പൊട്ടിക്കഴിഞ്ഞാൽ അത് അതെനിക്ക് തോന്നുന്നുണ്ടാവില്ല. ഇവിടെ ഇനി ഞാൻ അറേഞ്ച് ചെയ്യുന്ന സാധനങ്ങൾ വേട്ടക്കാരൻ, പുലി, കുരുവി, തുപ്പാക്കി, പോക്കിരി. നീ ഓണത്തിന് വിജയര സിനിമ പ്രവേശനോടെ അല്ല, ഇത് വേട്ടക്കാരന് പുലി വന്നപ്പോ അറിയാതെ വിജയര പടം കയറി വന്നു. സോറി, വേട്ടക്കാരൻ പുലി തുടങ്ങി മാവേലി തൊട്ട് വൻ പരിപാടിയാണ്. ഞാൻ അറേഞ്ച് ചെയ്ത പരിപാടികള് ഗംഭീരമായിട്ട് കാണാം. അതിന് ഒന്നും ഇവിടുന്ന് മാറത്തൂല. അതാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എവിടെ ജിമ്മി ജിപ്പ് പ്രത്യേകം കേട്ടോ, പ്രത്യേകം എടുത്തോളം. LED വാള് തുറക്കുന്നു, എന്റെ ടീം പിള്ളേര് വരുന്നു. ഒരു വട്ടേ വരൂ, പിന്നെ കാണുന്നു പ്രേക്ഷകരും പറയരുത്, നിങ്ങൾ പറയരുത്. പിള്ളേര് വരുന്നു, പൊളിക്കുന്നു. ബാക്കിയുള്ളവരെവിടാ പൈസ വാങ്ങിച്ചിട്ട് വന്നില്ല? മാവേലിയോടെ കണ്ടില്ല. പുലിയെവിടെ? പുലിയെ വീട്ടിൽ നിന്ന് വിട്ടില്ല. എടാ 50,000 രൂപ ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ വാങ്ങിച്ചില്ലടാ. നീ ഇങ്ങോട്ട് കാണിക്കാം. ഇതാണോ 50,000? അത് ചേച്ചി പൊട്ടു, ചേച്ചി മാറ്റി പിടി. 50,000 തോക്കിന്റെ ബില്ലടക്കി കളയാത്തന്ത്ര 320 രൂപ. വേട്ടക്കരഞ്ഞോന്നാണ് എന്റെ അപ്പൻ പോസ്റ്റ്മാനാണ്. പിന്നെ ഉടുപ്പിനൊക്കെ അവിടെ നീട്ടിയടാ. സത്യം ഉടുപ്പും പാൻറ്റും അവിടെ നീട്ടിയടാ. ഇത് വാടക എടുത്തടാ. വാടക നിന്റെ എത്ര രൂപ? ഇതെല്ലാം കൂടെ 120 രൂപ ആവൂലുള്ള വാടക. ഞാൻ ഇതാണ് നിങ്ങൾ 2 പേർക്കും 50,000 കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെയാണോ? എന്റെ സെറ്റപ്പ് ഓക്കെ അല്ലേ? എനിക്ക് ഒരു ചാൻസ് കൊടുത്തരോ? നിനക്ക് ഒരു ചാൻസ്. ഞാൻ പോയി മാവേലിയായിട്ട് വരാമെങ്കിൽ മാവേലി പോണായിരുന്നു. ഇവിടെ വാടക
ഇവിടുന്ന് പൈസ മേടിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം അറേഞ്ച് ചെയ്തത്. ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് ആ വീട്ടിൽ നിന്ന് അച്ഛൻ വഴക്ക് പറഞ്ഞ പുലി, പിന്നെ വീട്ടിൽ നിന്ന് വിടാത്ത ഒരു ആരൊക്കെ ഇല്ല അവിടെ, എല്ലാരും കൂടെ പെട്ടെന്ന് പോയി വിളിച്ചിട്ട് പറഞ്ഞു. അല്ല അതിപ്പോ എങ്ങനെയാണ്? എങ്ങനെയും വിളിച്ചു എന്റെ പിന്നെ പ്ലീസറാ ഒന്ന് പോയിട്ടോടെ ഒന്ന് ഇന്ന് തന്നെ പറഞ്ഞേ, അല്ലാതെ ക്രിസ്മസ് പൈസ തരാം, ഓടിപ്പോ ഓടിപ്പോ പോടാ പെട്ടെന്ന് പോടാ. താളുണ്ടോ ഒരു പോകുന്നതിന്? അതിനൊക്കെ ഉണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഒരു വെറൈറ്റി കേ ചേച്ചി, നമ്മള് വടക്കേക്കരയുടെ ഭാഗത്ത് നിന്ന് ഇത്തവണ ഓണത്തിന് സദ്യ മാറ്റി ഒരു പൊതിച്ചോറ് കൊടുത്താലോ? നശിപ്പിച്ച് വേണ്ട, അങ്ങനെയാണെങ്കിൽ ഇവിടെ വക വീട്ടിലെ ഊണാക്കും ചിലപ്പോ. എന്റെ വീട്ടിലൂടെ അത് നല്ലതായിരിക്കും. ഒന്നും ഉണ്ടാവില്ല, ഇല മാത്രമേ കാണുള്ളൂ. നോക്കിയിരിക്കാം, വീട് നോക്കാം, അന്നേരം കിടന്നുറങ്ങാം. വയറ് നിറയുകയും ചെയ്യും അപ്പൊ. ഓ സൂപ്പർ ആയിരിക്കും. സദ്യയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇതായി. ഇപ്പൊ സദ്യ കിട്ടുവാണെങ്കിൽ ഏറ്റവും ഇഷ്ടം ആദ്യം ബോളി വിത്ത് പായസം. കാസർഗോഡുകാർക്ക് മനസ്സിലാകത്തില്ല, പറഞ്ഞു കൊടുക്കും. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഗോളിക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്റെ കല്യാണത്തിന് ബോളി കിട്ടൂല എന്ന് പറഞ്ഞ് കല്യാണം മാറ്റി വെക്കാൻ പറഞ്ഞു. എന്റെ ഗോളിക ഇങ്ങനെ പൊട്ടുന്ന സാധനമാണോ? പായസം പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. ചപ്പാത്തി പോലെ മധുരമുള്ളത്. ഷേപ്പ് അതല്ലേ? അല്ലല്ല, ഞങ്ങളുടേത് ഷേപ്പ് ദോശയുടെ പോലെയാ. ചേച്ചി, അങ്ങനെ നമ്മള് വടക്കായിരിക്കും മലബാറുകാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞങ്ങള് നോൺ വെജ് ഒരു ചിക്കൻ ഫ്രൈ ഞാനേ ഒരു ദിവസം എന്നെ ഓണത്തിന് സദ്യ എന്ന് ഇറക്കി വിട്ടു എന്റെ അമ്മ. ഞാൻ ഓണത്തിന് സദ്യ പൊരിച്ചമീൻ ചോദിച്ചു. കാസർഗോഡായിരുന്നു എനിക്ക് കിട്ടുമായിരുന്നു. ഉറപ്പായിട്ടും തൃശ്ശൂരിന് അങ്ങോട്ടേക്കാണെങ്കിൽ നിനക്ക് എവിടെയാണെങ്കിലും. അതല്ലേ പിന്നെ നമ്മളെ മധ്യ തിരുവിതാംകൂറിൽ ഒരു സംഭവം ഉണ്ട്. അതായത് കൊല്ലം, കോട്ടയം ആ ഭാഗത്തൊക്കെ ഊണിന് ശേഷം ഇച്ചിരി ചോറ്, തൈര്, പഞ്ചസാര, പഴം. ഈ ഓണത്തിന് സദ്യയിലൂടെ കുപ്പി കൊടുക്കുന്ന സ്ഥലം വേറെ എവിടെയാണ്? നെടുമങ്ങാട്ടൊരു വീട്ടില് അയാളെ മൂത്ത മകന്റെ പേര് അഖില്. അലീന പറഞ്ഞു കോട്ടയം. കോട്ടയത്ത് ഞങ്ങളുടെ പറയുന്ന ഓണം എന്ന് പറയുന്ന ഒഴിച്ച് കൂടാനാകാത്ത ഒരു ആഘോഷമാണ് ഓണം. പിന്നെ സീരിയസ്ലി വാഴയിലയിൽ ഒഴിച്ച് അല്ല, അത് പറ്റൂല. നമുക്ക് സാധാ ദിവസം ഇല്ല, പിന്നെയാണ് ആക്ച്വലി ഓണത്തിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഫീൽഡിൽ വന്ന് ഓണത്തിന് ഇപ്പൊ ചാനൽസിലാണെങ്കിൽ നമ്മൾ ഓണത്തിന് ഒരു 10 ഡേയ്സോ ഒരു 2 ആഴ്ച മുമ്പേ തൊട്ടിട്ട് തന്നെ സദ്യയും ആഘോഷങ്ങളും എല്ലാം തുടങ്ങും. അപ്പൊ ഇത് നമുക്ക് വേണ്ടിയാ. പിന്നെ നമ്മൾ ഈ സെലിബ്രിറ്റി ആയിട്ട് ഒരു ഇനോഗ്രേഷൻസോ അതിന് വേണ്ടി അടുത്ത 6 മാസം വരെ ഓണമാണ്. ഗൾഫിലൊക്കെ ക്രിസ്മസ് വരെ ഓണം ഉണ്ട്. ക്രിസ്മസ് വിത്ത് ഓണം, അല്ല ഓണം വിത്ത് ക്രിസ്മസ്, വിത്ത് റംസാൻ, വിഷു എല്ലാം കൂടെ ഒരുമിച്ചാണ്. ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നിന്റെ ആൾക്കാരോടെ 1 ലക്ഷത്തിന് ഓണം കാണാൻ നിങ്ങളെ പയ്യൻ പോയാണ്ട് എന്റെ പയ്യൻ പോയി വെറുതെ പോയതല്ല, പയ്യൻ പുലിയെ കൊണ്ടുവരാൻ പോയതാണോ? പുലി എന്നിട്ട് എവിടെ? പുലിയിലെ എലിയിലോ ഒന്നുമില്ല. എന്റെ പുലി അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ വീട്ടില്. അച്ഛൻ നമ്മോട് സംസാരിച്ചോ? അവരുടെ കാല് പിടിച്ചോണ്ടിരിക്കുകയാണ്. അച്ഛന്റെ കാല് പിടിച്ചാലേ അവൻ പുലിയാണ്. പുലി കണക്കിങ് വരും. നിങ്ങളല്ലേ കണ്ടുപോക്ക്. ശരി, നോക്കാം. അമ്മേ എന്താടാ എന്തോ അമ്മ ഈ കാണിക്കുന്നേ? ഞാൻ അമ്മയ്ക്ക് ഇവിടെ ഇത് ഊഞ്ഞാലിട്ട് തന്നു, പൂക്കൾ ഇട്ട് തന്നു, എന്നിട്ട് നിങ്ങക്ക് പുലിക്കളിക്ക് പോണോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങക്ക് എത്ര വയസ്സായി? 52. പക്ഷെ എന്നെ കണ്ടാ പറയത്തില്ലല്ലോ മോനെ. ഓ, ഞാൻ നിങ്ങളെക്കാളും വലുതായി അമ്മേ. നിങ്ങക്ക് അറിയോ, എന്റെ കല്യാണം ഉറപ്പിച്ച് നിൽക്കുക. നിങ്ങൾ ഇപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് പുലികളിക്ക് പോകുന്നേ. പെൺവീട്ടുകാരറിഞ്ഞ എനിക്കാ നാണക്കേട്. നാണക്കേടോ? നിനക്ക് എന്തിനാടാ നാണക്കേട്? എടാ, ഇതെന്റെ കഴിവാടാ, നിനക്ക് അറിഞ്ഞൂടെ? നിനക്കൊരു കാര്യം അറിയോ? ഞാനും നിന്റെ അച്ഛനും ആദ്യമായിട്ട് പരിചയപ്പെട്ടതേ ഒരു പുലിക്കടിക്ക് പോയിട്ടാ. പുഴുകടിയോ? എടാ, പുലിക്കളിക്ക് പോയിട്ടാ. എന്നിട്ട് എന്താ, അങ്ങനെ കൊറേ നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തത്രംകാവില് ഞാനും നിന്റെ അച്ഛനും ഒരു പുലികളിക്ക് പോയി. അവിടെ ചെന്നപ്പോ നിന്റെ അച്ഛൻ ഏതോ ഒരു പെൺപുലിയെ പരിചയപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ നിന്റെ അച്ഛനെയും കാണാനില്ല, പെൺപുലിയെയും കാണാനില്ല. പാവം എന്റെ അച്ഛൻ ഇപ്പൊ എവിടെയുണ്ടോ എന്തോ. പാവം നിന്റെ അച്ഛനെ ആ പെൺപുലിയും കെട്ടി ഇപ്പൊ പാലക്കാട് താമസിക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് ഇപ്പൊ 10-12 വയസ്സുള്ള 2 പെൺപുലികൾ കൂടി ഉണ്ട്. പാവം അനിയത്തിമാര്. അനിയത്തിമാരോ? നീ ബാക്കി കേക്കടാർക്ക. നിന്റെ അച്ഛൻ പോയതിനു ശേഷമേ എനിക്ക് ഒരുപാട് പ്രപ്പോസലുകളൊക്കെ വന്നു. പക്ഷെ നിന്നെ മാത്രം ഓർത്ത് ഞാൻ ഒന്നിനും പോയില്ല. പക്ഷെ ഇനി അങ്ങനെയല്ലടാ, എനിക്ക് എന്റെ കഴിവുകളൊക്കെ തിരിച്ചെടുക്കണം. അതുകൊണ്ട് ഞാൻ വീണ്ടും അടുക്കളയിൽ നിന്ന് ആരെങ്കിലോട്ട് ഇറങ്ങും. ഇന്ന് എനിക്ക് പ്രോഗ്രാം ഉണ്ട്, ഞാൻ പോവും. ഇന്നാണോ പരിപാടി? കോന്നിക്കാട്ടിലെ മറ്റേ ഒരു യുവതാര ക്ലബില്ലേ അവിടെ. അയ്യോ അമ്മ, അത് കാട്ടുകൂടല്ലേ അമ്മ പോകുന്നത്? അതിനെന്താടാ? നിങ്ങൾ ഈ ഡ്രസ്സ് ഇട്ട് കാട്ടിലേക്ക് പോയിട്ട് വേണം വല്ല ഫോറസ്റ്റുകാരും നിങ്ങളെ കണ്ട് ഒറിജിനൽ പുലിയെന്ന് വിചാരിച്ച് കാഴ്ച ബംഗ്ലാവ് കൊണ്ടിടാം. വേണ്ട. എടാ മക്കളെ ഇടട്ടേടാ, ഞാനിതൊരു കാഴ്ച ബംഗ്ലാവ് കണ്ടിട്ടില്ലടാ. അതല്ല, നിങ്ങളെ കാഴ്ച ബംഗ്ലാവ് കൊണ്ടിട്ടാ ഞാൻ നിങ്ങളെ അവിടെ വന്ന് കാണണ്ടേ? പിന്നെ നീ അമ്മയെ കാണാൻ വരണ്ടേ? ഓ, കാണാൻ വരുന്നതല്ല പ്രശ്നം.
സ്വന്തം അമ്മയെ കാണാൻ 30 രൂപയുടെ ടിക്കറ്റ് എടുത്ത് വരുന്ന ഒരു മോന്റെ അവസ്ഥ. എടാ, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇന്ന് പോകും. ഇന്ന് വെടിവെപ്പുകാരെ ശിവരാമേട്ടന്റെ കൂടെ പരിപാടി. ഏത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുലികളി വിളിക്കാൻ വരുന്ന ശിവരാമനാ? ആടാ. അയാള് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന്. യ്യോ. ആ വാ, പോവാം. ഇല്ല. എന്നാ? മോൻ. പോവാൻ പറ. എന്തു ആള് ഇത്? സോറി, മൊബൈലിലെ റിംഗ് ടൂണാ. ഹലോ. എന്തു അമ്മ ഇത്? എടാ, ഈ മ്യൂസിക് എപ്പ കേട്ടാലും ഞാൻ തുള്ളുവാടാ. ആശാനെ യോ വരണ്ട. ഞാൻ ചേച്ചി ദേ എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ആശാൻ ഓട്ടോക്കകത്ത് തന്നെ ഇരുന്നോ? ശരി ചേച്ചി, വേഗം ആശാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഏതാശാൻ? ഞങ്ങളുടെ പുലിക്കളിയുടെ മെയിൻ ആശാൻ. പുലിയല്ലേ ഞങ്ങളുടെ മെയിൻ പുലി. ആ എന്നാ ആശാനോട് പോയി പറ ഞാൻ എന്റെ അമ്മ എങ്ങോട്ടും വിടുന്നില്ല എന്ന്. അതെന്ത്? ഞങ്ങൾക്ക് ഇതുപോലത്തെ പരിപാടിക്കൊന്നും താല്പര്യമില്ല. അച്ഛനില്ലാത്തവന് കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് പറഞ്ഞ് പൊന്നുപോലെ വളർത്തി ഈ അമ്മേ ഒരാഗ്രഹം പറഞ്ഞപ്പോ സാധിച്ചു തരുന്നില്ല ദൈവൻ. ചേച്ചി കണ്ടോ, കമ്മറ്റിക്കാര് വിളിച്ചു തുടങ്ങി, പ്രശ്നമായി. ആ കമ്മിറ്റിക്കാര് വിളിച്ചു തുടങ്ങിയല്ലേ? തന്റെ സമയമായടോ. എടാ മോനെ, നിനക്ക് എന്താടാ പുലിയോളിയോട് ഇത്ര ദേഷ്യം? ഒന്നില്ലെങ്കിലും നീ കൊച്ചെടുത്തപ്പോ ഞാനും നിന്നെ ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ച് കൊണ്ടുപോയിട്ടില്ലേടാ? ആ നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അന്ന് നിങ്ങൾ എനിക്ക് തന്ന വേഷം എന്താ? കൊരങ്ങൻ. നിനക്ക് തരുന്നാലേ എനിക്ക് തരാൻ പറ്റൂ. അന്ന് വെറുത്തത് ഞാൻ ഈ പരിപാടിയെ. ചോ, ഇനി അമ്മയും ഞാൻ നാണം കടാൻ വിടത്തില്ല. ചേടാ നീ അങ്ങനെ പറഞ്ഞാലോ. എടാ ഒന്ന് വിടടാ മക്കളെ, എന്തുവാടാ? ആശാൻ അവിടെ വെയിറ്റ്. ആ ശരി, എന്നെ വേട്ടക്കാരനാക്കുവാണെങ്കിൽ ഞാനും അമ്മ ഇതാ ഇപ്പൊ ഇറങ്ങും. പറ്റുവോ? നീ അങ്ങനെ ചുമ്മാ ഒന്നും വേട്ടക്കാരനാവാൻ പറ്റത്തില്ല. ഞാൻ ഇതിങ്ങനെ 10 വർഷം എങ്ങനെയൊക്കെയോ ചെയ്തിട്ടാണ് വേട്ടക്കാരനായത്. മിനിമം ഒരു തോക്ക് പിടിക്കാറിയണം. അതുകൊണ്ട് പുലികളെ വെടിവെക്കാൻ അറിയണം. അറിയൂടാ? അതൊക്കെ എനിക്കറിയാം. എടാ എന്നാ ഞങ്ങളുടെ ആശാൻ പുലി അവിടെ ഇരിക്കുന്നുണ്ട്. നീ പോയി വെടിവെച്ചിട്ടിട്ട് വാ എന്നാ. ഇപ്പൊ കാണിച്ചേരെ എന്റെ അടുത്ത കളി. ആശാനേ, അയ്യോ ശിവരാമ, താൻ എന്ത് പണിയാ കാണിച്ചേ? ഒന്നാമതെ പ്രാന്തുള്ള ചെറുക്കനെ, അവനെ എങ്ങാനും കൊന്നാ പിന്നെ തീർന്നു. അയ്യോ ചേച്ചി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അവൻ വെടിവെച്ച് കൊല്ലണെങ്കിൽ അതിനകത്ത് ഉണ്ട വേണ്ടേ? ഉണ്ടയില്ലേ? ആ അപ്പൊ കുഴപ്പമില്ല. കൊന്നേ കൊന്നേ, പുലിയെ കൊന്നേ, നിങ്ങൾ ആശാനെ കൊന്നേ. കൊന്നൂന്നാ? നീ എങ്ങനെയാ ഉണ്ടയില്ലാത്ത തോക്ക് ആശാനെ കൊന്നത്? 2-3 വട്ടം വെടിവെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി തോക്കിൽ ഉണ്ടയില്ലാന്ന്. പിന്നെ ഞാൻ ഈ തോക്കെടുത്ത് അതിന്റെ പാത്തിക്ക് തലക്കടിച്ചിട്ടിട്ടുണ്ട് നിങ്ങൾ ആശാനെ. 50,000 രൂപ മുതലായി. പൊളിച്ചില്ലേ? 50,000 രൂപ 3 ഡാൻസിൽ മുതലായി. അല്ലേ? മോളെത്രാം ക്ലാസ്സിൽ പഠിക്കണ മോള്? എന്റെ പേര് തീർത്ത, ഞാൻ 8th പഠിക്കണു, പാലക്കാട്. വേട്ടക്കാരന്റെ കാര്യം പറഞ്ഞില്ല. വേട്ടക്കാരന്റെ പേര് സുമുഖൻ. ഇവന്റെ പേരാണ് നിവിൻ മിറർ. മിറർ? അതെ, നിവിൻ മിറർ എന്നാണ് ഇവൻ തന്നെ വിളിക്കുന്നത്. ചോദിക്കും, പറഞ്ഞോടാ. അച്ഛന്റെ പേരാ? സ്ഥലത്തിന്റെ പേരാ. സ്ഥലത്തിന്റെ പേരാ? കണ്ണാടി. അതിന്റെ ഇംഗ്ലീഷ് മിറർ. മിറർ. അങ്ങനെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സേവ് ചെയ്തിരിക്കണേ. കുറച്ചേരത്ത് ഇവിടെ ചോദിക്കുകയാണ്, ഇതാര് ഈ മിറർ എന്നൊക്കെ അച്ഛന് പേരിട്ട്? ഞാൻ ശരിക്കും അങ്ങനെ വെച്ചത്. നിവിൻ മിറർ എന്ന് പറയുമ്പോ അച്ഛന്റെ പേരായിരിക്കും. അപ്പൊ ഒരു ജെൻസി വൈബിളുള്ള അച്ഛന് ഇടുള്ള പേരായിരിക്കും. വെഞ്ഞാറമൂട് നമ്മൾ എങ്ങനെ ഇടും? സുഹൃത്തെ, വെഞ്ഞാറമൂടിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അർത്ഥം എന്താ? പണ്ട് രാജാക്കന്മാർ സഞ്ചരിച്ച വഴികളാണ് അതൊക്കെ. അപ്പൊ ആ സമയത്ത് ഇവർ വിശ്രമിക്കുമ്പോൾ ഈ ഞാറമരം ഒരുപാടുള്ള സ്ഥലമാണ്. ഞാറമരത്തിന്റെ മൂട്ടിലിരുന്ന് വിശ്രമിച്ചിട്ടാണ് രാജാക്കന്മാർ യാത്ര. ഞങ്ങളെ രാജകുടുംബമല്ല, പഴയ രാജകുടുംബം. അപ്പൊ അവര് വിശ്രമിച്ച, അതാണ് വെഞ്ഞാറമൂട് എന്ന് പറയാം. എങ്കിൽ നോബിച്ചേട്ടന്റെ പേര് ഞാൻ ആക്കുന്നു മലയാളത്തിലേക്ക്. ഈച്ചയില്ല വെഞ്ഞാറമൂട്. അതെനിക്ക് അവാർഡ് കിട്ടുമായിരിക്കും അല്ലേ? നോമിനേഷനിൽ ഒന്ന് വെക്കണേ. ഇല്ല വെഞ്ഞാറമൂട്. എലീനയ്ക്ക് ഒരു അവാർഡൊന്നും വേണ്ട. എല്ലാ അവാർഡ് ആക്ച്വലി അവിടുന്നാണ്. നിങ്ങളാണ് സ്പോൺസർ, നിങ്ങളാണ് മേക്കർ, നിങ്ങളാണ് ക്രിയേറ്റർ, പ്രൊഡ്യൂസർ, എല്ലാം നിങ്ങളാണ്. ബാക്കി ഇവരെല്ലാരും ഒന്ന് ജീവിച്ചു പോട്ടെപ്പാ. ഓ, എന്നാ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. വൈ സോ സീരിയസ്? കോമഡി മാസ്റ്റേഴ്സിൽ ഇനി ഫുൾ ഓൺ ഫയർ. അപ്പം
തെക്കേക്കരയാണോ വടക്കേക്കരയാണോ ഇനി അടുത്ത ഓണാഘോഷ പരിപാടി മുന്നോട്ട് നയിക്കാൻ സംശയം തെക്കേക്കര തന്നെ. ഞങ്ങളുടെ പരിപാടി സൂപ്പർ ആയിരുന്നു. ആ. പിള്ളേര് പൊളിച്ചടുക്കി അതെ. ഗംഭീര പരിപാടിയായിരുന്നു. അതെ. ഇനി ഒപ്പത്തിനൊപ്പം എത്താൻ പറ്റുമെങ്കിൽ ഓടിക്കോ. അപ്പം ആ കൊപ്പ സുരേന്ദ്രന് വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ സംഭവം ഞങ്ങൾ പറഞ്ഞില്ലേ? ഇല്ല പറഞ്ഞില്ല. എടോ, ഞാൻ ആദ്യം വന്നപ്പോൾ പറഞ്ഞ ഇത് പരിപ്പ് കൊണ്ട കണക്കാണോ? സദ്യയെ കുറിച്ച് പറഞ്ഞില്ലേ? ചേച്ചി ഫുഡ് കഴിച്ച് നമ്മളെ കൊതിപ്പിച്ചില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സദ്യ ആയാലോ? വീണ്ടും ഒരു വെറൈറ്റി സദ്യ. ഞാൻ വീണ്ടും പറയുന്നു, പൊതിച്ചോറ് മതി. വേണ്ട, എന്നാ ടേബിൾ സെറ്റ് ചെയ്യാൻ പറയട്ടെ. അല്ലല്ല, വെറൈറ്റി സദ്യ വേണോ? വേണമെങ്കിൽ മതി. ഞങ്ങളുടെ തെക്കേക്കരയുടെ വക ഒരു ഗംഭീര സദ്യ. വരട്ടെ. രാവിലെ ഫോണുമായിട്ട് ഇരുന്നോളൂ. ആകാശം ഇടിഞ്ഞു വീണാലും ഗെയിം വിട്ടിട്ടുള്ള ഒരു കളിയില്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞു. എന്ത് കാര്യ? ഇന്ന് തിരുവോണമാണ്. ആണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇവിടുത്തെ ജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്നെ അടുക്കള ജോലി സഹായിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പൊ എല്ലാ ദിവസവും എനിക്ക് തിരുവോണല്ലേ? എന്നും ഞാൻ തന്നെയല്ലേ ഇവിടെ പണിയണത്. നിങ്ങൾ എന്താണാവോ ഇവിടെ പണി എടുത്തിട്ടുള്ളത്? നീ ആ വർത്താനം പറയരുത്. നീ ഒരു വർത്താനം പറയരുത്. ആ പറ. ഉത്തരാടത്തിന്റെ അന്ന് സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്ത ബിവറേജിന്റെ ക്യൂ പോയി 2.5 ലിറ്റർ ഇവിടെയും 2.5 ലിറ്റർ കച്ചത്തും ഒരു ഫുള്ള് ബാക്കിൽ വിടവിലും വെച്ച് വന്ന് കഷ്ടപ്പെട്ട് വന്ന് എന്നോട് പണി ചെയ്തില്ല. നീ പറയില്ലേ പോലെ? അയ്യോ, അതൊരു വല്ലാത്തൊരു സഹായമായി പോയി ഈ കുടുംബത്തിന് വേണ്ടിട്ട്. കള്ളം മേടിച്ചോണ്ട് വരുന്നല്ലേ നിങ്ങൾ ഈ കുടുംബത്തിന് ചെയ്യുന്ന പിന്നെ സഹായം? ഞങ്ങൾ ആണുങ്ങൾക്ക് എന്നാ പിന്നുള്ള ഇതല്ലേ എന്റർടൈൻമെന്റ് ഉള്ളൂ. അല്ല എന്തേ എന്തേ ദേ, ദേ അവൻ വിളിക്കുന്ന ചേട്ടാ. ആര്? ആ മറ്റേ ഞരമ്പനില്ലേ? ഏതാണ്? ചേട്ടൻ വീട്ടിലില്ലാത്തപ്പോഴത്തേക്ക് എന്നെ ഒരുത്തം വിളിക്കുമെന്ന് ഞാൻ പറയാറില്ലേ? ഞാൻ റേഷൻ കടയിൽ നിൽക്കുമ്പോഴത്തേക്ക് യോ ചേച്ചി ഇന്ന് റേഷൻ കടയിൽ ഇട്ടോണ്ട് വന്ന ചുരിദാർ എന്തൊരു ഭംഗിയായിരുന്നു, ഇന്ന് അമ്പലത്തിൽ ഇട്ടോണ്ട് വന്ന സെറ്റ് മുണ്ട് ഉടുത്തിട്ട് എന്തൊരു ഭംഗിയായിരുന്നൊക്കെ പറയണ ഓ അവൻ. ആ ഞരമ്പൻ അവനായി വിളിച്ചോണ്ടിരിക്കുന്നത്. എടുക്ക് ഫോൺ എടുക്ക്. അവനാണെങ്കിൽ ഫോൺ എടുത്തോ നീ. എന്തിനാ ഫോൺ എടുക്കുന്നത്? അവനിട്ടൊരു പണി നമുക്ക് കൊടുക്കണം. നീ പേടിക്ക, നീ ഫോർത്തേ. ഞാൻ പറഞ്ഞു തന്നതുപോലെ നീ പറഞ്ഞാ മതി. അത് വേണോ? അത് വേണം. നീ എടുത്ത് ലൗഡ് സ്പീക്കറിലിട്ടോ. ലൗഡ് സ്പീക്കറില് ഹലോ ചേച്ചി. ഇതേതാ കാട്ടുപട്ടിയുടെ സൗണ്ട്? ഹലോ ഹലോ ഹലോ, എനിക്കിത് വിശ്വസിക്കാമോ? വിശ്വസിക്കാം. സാധാരണ ഞാൻ വിളിച്ചാ ചേച്ചി ഫോൺ എടുക്കൂല. എടുത്തോണ്ട് ഓടി. ആരെടുത്തോണ്ട് ഓടിയെന്ന്? അല്ല, എടുക്കാൻ തോന്നിന്ന്. ചേട്ടൻ എന്ത് ജോലിയാ? ചേട്ടനെ തൊഴയാൻ പോയി. വള്ളം കളിക്കാരനാണോ? അല്ല, വള്ളംകളിയല്ല. ചേട്ടന് പിന്നെ ട്രാഫിക് പോലീസിലാ. കട്ട് ചെയ്തിട്ട് പോയി. പൊട്ടി, ഞാൻ പെയിന്റ് പണിക്കാരനാണെന്ന് പറയാനല്ലേ പറഞ്ഞേ? പെയിന്റ് പണിക്കാരനാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾ കാണിക്കുന്ന ഗോഷ്ടി എനിക്ക് മനസ്സിലാവണ്ടേ? എന്തായാലും അവനെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ. തീർന്നെന്നാ? ഇവനെ ഞാൻ ഇതിലും വലുതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവൻ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നാണമില്ലാതെ വീണ്ടും വിളിക്കും. ഇവനെ കൊണ്ടുള്ള ശല്യം തീരാന്ന് മുകളിൽ ഇവൻ ഇപ്പൊ തന്നെ വിളിക്കും. അപ്പൊ അവനിട്ടൊരു പണി നമുക്ക് കൊടുക്കണം. നീ പേടിക്കണ്ട, അതിനൊരു വഴി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തുവാ? അവൻ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ നീ അങ്ങോട്ട് വിളിക്കണം. അങ്ങോട്ട് വിളിക്കാനാ? എടി അങ്ങോട്ട് വിളിക്കണമെന്ന്. നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളുടെ ഭാര്യയല്ലേ ഞാൻ? നീ പേടിക്കണ്ട, നീ അവൻ അങ്ങോട്ട് വിളിച്ചോ. ഭർത്താവ് ഇവിടെ ഇല്ല, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നീ അങ്ങോട്ട് വിളിക്ക്. ഓ, എന്ത് നല്ല ഭർത്താവ്. എടി അവനിട്ട് പണി ഞാൻ കൊടുത്തല്ലോ, നീ വിളിക്ക്. വിളിക്കണോ? എടി വിളിക്കടി പൊട്ടി. നിന്റെ കെട്ടിയോളെ പറഞ്ഞു. എന്തെങ്കിലും പ്ലാൻ ഉണ്ടല്ലോ നിങ്ങൾക്ക്? വിളിക്കടി നീ. അതിന്റെ ഇടയിൽ കൂടെ പോ. നിന്റെ കെട്ടിയോളെ ഞാൻ വിളിക്കേ. വിളിക്കടി. ഹാപ്പി ഓണം. കയ്യിൽ ഹലോ ചേച്ചി, എന്തിനാ ഫോൺ കട്ട് ചെയ്തിട്ട് പോയത്? പോലീസ് വന്ന് അതെ, ചേട്ടൻ പോലീസിലല്ല. ഞാൻ പറഞ്ഞതേ പെയിന്റിങ്ങിന്റെ പോളിഷ് ആണെന്നാ പറഞ്ഞത്. പെയിന്റ് അടിക്കാൻ ഒരു കാര്യം പറയട്ടെ, പേരെന്താന്നാ പറഞ്ഞത്? എന്റെ പേര് ഉന്മേഷ്. ഉന്മേഷേ, ചേട്ടൻ ഇപ്പൊ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. കുറച്ചു സമയം കഴിഞ്ഞിട്ടേ വരത്തുള്ളു. ഉന്മേഷ് ഒന്നിങ്ങോട്ട് വരാമോ? വന്ന്
എന്റെ പൊന്നെ അവൻ ഇങ്ങോട്ട് വരും. നിങ്ങളുടെ പ്ലാൻ എന്തുവാന്ന് പറ. വരട്ടെ, പ്ലാനിങ് ഞാൻ പറഞ്ഞുതരാം. എന്തുവാ? അത് വേറൊന്നുമല്ല, ഞാൻ ഓണാഘോഷ പരിപാടിക്ക് ഈ കഴിഞ്ഞ വർഷം ഞാൻ നാടകത്തിന് ഫസ്റ്റ് ആയിരുന്നല്ലോ. അപ്പൊ നാടകത്തിന്റെ അപ്പൂപ്പന്റെ വേഷം ബാക്കിലേക്കല്ല വീടിന്റെ അകത്ത്. ഞാൻ അപ്പൊ അപ്പൂപ്പനായിട്ട് വരുന്നു. നിന്റെ കണ്ണ് കാണാൻ പാടാത്ത അപ്പൂപ്പല്ലേ, അതേ വേഷത്തിൽ ഞാൻ വരുന്നു, ഞെട്ടിക്കുന്നു. ഓക്കെ ഏട്ടാ, അവനെ നമുക്ക് ഒറ്റയടിക്ക് കൊല്ലണ്ട, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണ്ട, ഇഞ്ചിഞ്ചായിട്ട്. ശരി, അന്ന് നിങ്ങൾ റെഡി ആവും. ചെല്ല്, പോ, ഓടിപ്പോ. എന്നെ ചതിക്കില്ലടി നീ. എന്ത് ചതിക്കും? ഓർപ്പിച്ചു. എന്റെ അമ്മോ, ദൈവമേ, ഇത്ര പെട്ടെന്ന് എത്തിയാ? വാതില് തുറന്നിട്ടേക്ക്, കേറി പോര്. കറക്റ്റ്. എനിക്കിത് വിശ്വസിക്കാവൂ? പിന്നെ വിശ്വസിക്കാം. എന്റെ രതി ചേച്ചി. അയ്യോ, ഞാൻ രതിയല്ല, രാഖിയാ. ഞാൻ രതി ചേച്ചി എന്നെ വിളിക്കൂ. എന്ത് വേണമെങ്കിലും വിളിച്ചോ. ചേച്ചിക്കൊരു കാര്യം അറിയാമോ? എന്തോ? എന്റെ അമ്മ എന്നെ പ്രസവിച്ച് എന്തിനാണെന്ന് അറിയാമോ? എന്തിനാ? ഈ ഓണം ഉണ്ടായി. ഇന്നത്തെ ദിവസോ? ഞാനും അത് തന്നെ ആഗ്രഹിച്ചിരിക്കുന്നത്. വർഷാവർഷം ഓണമൊക്കെ വരും. എന്തോ? ഇന്നാണ് തിരുവോണം. തിരുവോണത്തിനെ ഞാൻ നല്ല സദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടോ? എനിക്ക് 2 ഗ്ലാസ് പ്രഥമം കുടിക്കണം. അയ്യോ, എവിടെയാ പോണത്? എവിടെയാണ്? അയ്യോ, അത് പേടിക്കണ്ട. ആര്? എന്റെ മുത്തശ്ശന് കണ്ണു കണ്ടുകൂടാ, പേടിക്കണ്ട. വാ. കണ്ടൂടെ? ഇല്ല, വാ. അവിടെ എന്തൊരു ശബ്ദം കേട്ടത്? മുത്തശ്ശ, അതെ, എന്റെ പഴയ ഒരു ഫ്രണ്ട് വന്നതാ. ആ, പഴയ ഫ്രണ്ടാ? നീ ഇവിടെ വന്നടാ. നീ ഇന്നലെ വരണ്ടായിരുന്നട്ടാ. ഇന്നലെ ഞങ്ങൾ പഴയ സാധനങ്ങൾ പറക്കി വിട്ടത്. അന്ന് വന്നെങ്കിൽ നിന്നെയും കൂടി വെക്കായിരുന്നു. അയ്യോ, നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് മോനെ? ഞാൻ മാത്രമേ ഉള്ളൂ. എന്തിനാടാ അധികം മോരണം പോലെ. പിന്നൊരു കാര്യം പറയാനുണ്ട് മോനെ. ഇന്നലെ ഈ സംഭവം മറ്റേ അടുക്കളയില് തിരുവോണത്തിന്റെ സദ്യ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞപ്പോ അവളില്ലേ, കാല് തല്ലി വീണ് കാലൊന്നും ഉളുകി. ചേച്ചി വീണാ? ഞാൻ വീണാ? ഞാനേ അടുക്കളയില് സദ്യ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് തെന്നി ഒന്ന് വീണ്. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന ഞാൻ വിചാരിക്കണ, ദൈവമേ, ആരെങ്കിലും തിരുമാൻ പറ്റിയ ആളുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കായിരുന്നു. ഞാൻ തിരുമാൻ ചേച്ചി, ഞാൻ ഗോവയിൽ പോയി തിരുമലൊക്കെ പഠിച്ചിട്ടുണ്ട്. കോവക്കത്തിന് തിരുന്നിങ്ങി എന്താടാ? ഗോവയ്ക്കല്ല, ഗോവയിൽ പോയി ഞാൻ തിരുമാൻ പഠിച്ചിട്ടുണ്ടോ? എന്റെ പൊന്നുമോളെ, അങ്ങനെ ഒരാളെ കിട്ടി നിന്റെ ഭാഗ്യാട്ടാ. ആ കുഴമ്പൊക്കെ എടുത്ത് കൊടുക്കേ. ചേച്ചി ആ സോഫയിലോട്ട് ഇരുന്നിട്ട് ഈ കസേരയിലോട്ട് കാലെടുത്ത് വെച്ചാണ് ഞാൻ തടവിത്തരാം. എന്തിനാ ആ സോഫയിൽ കാലെടുത്ത് വെക്കണേ? അവളുടെ കാര്യം നിന്റെ മടിയിലെടുത്ത് വെച്ചാ പോരെ? അതല്ല നിനക്ക് സുഖം. മാമന്റെ ഇഷ്ടം. ആ കുഴമ്പൊക്കെ എടുത്ത് കൊടുക്കണേ. കുഴമ്പ് കുഴമ്പ്. ചേച്ചിക്ക് തടവാണെന്നും പറഞ്ഞിട്ട് ഈ കട്ടം പൊക്കിക്കണേ എന്തിന്? അത് വേറെ ഒന്നുമല്ല മോനെ, അവള് വീഴാൻ പോയപ്പോ ഞാൻ കേറി പിടിച്ച് എന്റെ കാലാണ് ഉളകിയത്. ഒന്ന് തിരുമ്മി തന്നടാ. എനിക്ക് വയസ്സായവരെ തടവ അറിഞ്ഞൂടാ. ചേച്ചിമാരെ മാത്രമേ ഞാൻ തടവുള്ളൂ. നിന്റെ ഭാഗ്യം. വയസ്സായവരെ തടവിയാലേ ഞരമ്പ് കിട്ടൂല, ഞരമ്പ്. നീ ഒരു ഞരമ്പനല്ലടാ, നിനക്ക് ഞരമ്പ് കിട്ടില്ല എന്ന് പറയാ. ഓ, കഷ്ടമുണ്ട്. ചേച്ചി, എന്തോ ഓണസദ്യ ഒന്നും നടക്കൂല, ഞാൻ പോട്ടാ. എടാ, വേറൊരു കാര്യം ഉണ്ടടാ. ഓണസദ്യ ഉണ്ടാക്കില്ലടാ, വേറൊന്നുമല്ല. ഇവക്ക് ഭയങ്കര ചെന്നുകുത്ത്. അപ്പൊ ഒന്ന് തടവി കൊടുത്തു കഴിഞ്ഞാൽ ആ ചെന്നുകുത്ത് മാറിക്കോളും. തടവി കൊടുക്കണം. പറഞ്ഞു കയറി വന്നിട്ട് അവസാനം ചെന്നിരുന്നിട്ട് ഞാൻ തലയിരുന്ന് ഇങ്ങനെ ആക്കുമ്പോ കളവനിരുന്ന് സൂയിക്കാനാണ്. എനിക്ക് ചെന്നുകുത്തിനൊന്നും തടവ അറിഞ്ഞൂടാ. നിനക്കറിയാൻ പാടില്ലേ? ഭയങ്കര കഷ്ടമുണ്ട്. അപ്പൊ ഞാൻ തന്നെ തടവി കൊടുക്കാം. എന്താ പിടിച്ചോന്ന്? മതി മതി മതി, മാറി 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 മാറി. നല്ലപോലെ മാറി. ഇത് കഷ്ടം നോക്കി ഇവനെ കൊണ്ടൊക്കെ. ചേച്ചിക്കായിരുന്നു ചെന്നുകുത്ത്. ആ, എനിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ മാറി, ഇപ്പൊ മാറി. അപ്പാപ്പ ഇവിടെ വന്നാ ഒന്നും നടക്കൂല. എന്തോ? അപ്പാപ്പ കഴിക്കോ? എന്ത് കഴിക്കുമെന്ന്? സദ്യയാണോ? സദ്യയല്ല, വാട്ടീസ് അടിക്കുമെന്ന്. ചെറുതായിട്ടൊക്കെ കഴിക്കോ? മാമോ വന്നപ്പോ തന്നെ മാമായാക്കി. അല്ലല്ല അപ്പാപ്പ, തിരുവോണമൊക്കെ അല്ലേ? തിരുവോണമൊക്കെ ആണെന്നാണല്ലോ പറയണത്. നമുക്ക് 2 അടിച്ചാലോ? 2 ഇടാം, 3 അടിക്കാം. ഞാൻ നല്ല വീക്കാണ് ആ കേസിൽ. തിരുവോണാക്കുമ്പോ നന്നായിട്ട് കേട്ടു ഞാൻ. അങ്ങനെയാണെങ്കിലേ മാമൻ ജംഗ്ഷനിലെ ബിവറേജിൽ ചെന്ന് ഒരു ഫുൾ എടുത്തോണ്ട് വരുമോ?
നിനക്കൊരു ബുദ്ധിമുട്ടാവൂലടാ അത്. എനിക്കൊരു ബുദ്ധിമുട്ടില്ല, മാമ എടുത്തോണ്ടെന്നാ നമുക്കങ്ങ് കീറാ നിന്ന്. എന്നാ കീറണേ കീറ. മാമ ഫുള്ളൊക്കെ എടുത്തിട്ട് മാമന്റെ കൂട്ടുകാരന്മാരെയൊക്കെ കണ്ടിട്ട് വൈകിട്ട് വന്നാ മതി കേട്ടാ. നിനക്ക് വിഷമാവൂലടാ അത്. ഒരു വിഷമവും ഇല്ല. ഞാനും ചേച്ചിയും കൂടെ ഇവിടെ ഒന്ന് ചോറൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിയുമ്പോ മാമ വന്നാ മതി കേട്ടാ. മാമ പോയിട്ട് വരുമോ? പോയിട്ട് വരുമോ? പോയിട്ട് വരാം. അതിനു മുമ്പ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്തോന്നാ? എടാ, തിരുവോണത്തിന് ആദ്യമായിട്ടാണ് എനിക്കൊരാള് ഗിഫ്റ്റ് തന്നത്. അപ്പൊ ഒരു ഗിഫ്റ്റ് ഞാൻ നിനക്ക് തരണടാ. ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുക്കണ്ടേ ഇവക്ക്? കൊടുക്കണം കൊടുക്കണ്ട ഞാൻ ഒരു കൊടുക്കണം. gift. അതുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് പുറത്തെ വാതിലൊക്കെ അടച്ചു. പുറത്ത് വാതിൽ ആ ഗിഫ്റ്റ് കൊടുക്കുമ്പോ പല സൗണ്ടും കേൾക്കും, ആൾക്കാര് കാണും. അടക്കണം, വാതിലടക്കണം. അതെ, ഞങ്ങളൊരു ഗിഫ്റ്റ് തരുമ്പം പുറത്തുള്ള നാട്ടുകാര് അതൊന്നും അറിയാൻ പാടില്ല. വാതിലടക്കണം. പാടി അടച്ചോണ്ടും പാടി. അടച്ചടച്ച്. എടാ മോനെ, ഇത് ഗിഫ്റ്റ് വേണ്ടേ? വേണം. ഇതാടാ എന്റെ ഗിഫ്റ്റ്. ആരാ ഇവളുടെ കെട്ടിയോണ്ടാ? എടാ നീ എന്തുവാടാ വിചാരിച്ചത്? നിന്റെ പേരെന്താ പറഞ്ഞത്? ഉന്മേഷ്. ഉന്മേഷ്. നീ എന്താ വിചാരിച്ചത്? നീ വിളിക്കുമ്പോ തന്നെ നിന്നെ ഞാൻ ഇവിടെ വിളിച്ചിരുത്തി സദ്യ കൂട്ടിക്കോന്ന്. നിന്നെ ഞാൻ അണ്ണ കറങ്ങി വന്നതേക്ക് ഒരു ഉമ്മ ആച്ചി. ആ ഗ്യാപ്പിൽ നീ മുതലെടുക്കുന്നോടാ. അയ്യോ അടിക്കല്ലേ. നിനക്ക് എത്ര പായസം കൂട്ടി സദ്യ കഴിക്കണമെന്നാണ് പറഞ്ഞത്? രണ്ട് പായസം കൊണ്ടു അല്ലേ? ഇലയിടാ. ഇരിയടാ അവിടെ. ഇരിയടാ അവിടെ. ഇനി ഇലയിടാ ഒന്നും ഇല്ലല്ലേ? അയ്യോ ഇല 10 ഇല കണ്ടോടാ. ഇല കണ്ട നീ? കണ്ട് ഇലയിട്ട് കറിയൊക്കെ വിളമ്പടാ. വിളമ്പടാ കറിയൊക്കെ. ആദ്യം കറി. ആദ്യം നിനക്ക് ഇഷ്ടമുള്ള കറി വിളമ്പടാ. ഇഞ്ചി അല്ലേ ആദ്യം? ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ നീയല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇഞ്ചി ആദ്യം വിളമ്പടാ. ഇഞ്ചി ആദ്യം ഉപ്പല്ലടാ ചെറ്റേ വിളമ്പണത്. എന്റെ വീട്ടിൽ ആദ്യം ഇഞ്ചിയാണ് വിളമ്പണം. അന്ന് ഇവിടെ ആദ്യം ഇഞ്ചി വിളമ്പിയാ മതി. ഇല്ല, വിളമ്പടാ. ഇഞ്ചി പരിപ്പ് നിന്റെ പരിപ്പ് ഞാനുള്ള കുന്നു. പപ്പടം. പപ്പടം ഉണ്ട്. പപ്പടം കാണാൻ പറ്റുന്നില്ല നിനക്ക്? ഉണ്ട്. കഴിക്കട്ടോ? കുഴച്ച് കഴിക്കണം നീ. കുഴച്ച് കഴിക്കടാ. കുഴച്ച് കഴിക്കണം. കഴിക്കടാ. കഴിക്കടാ കഴിക്കടാ. നീ. ഓണമല്ലേ ചേച്ചി? കൈ കഴുകാതെയാണോടാ ചോറ് തിന്നുന്നത്? കൈ പൈപ്പ് എവിടെ? ഇത് ദേ, കൈ കഴുകിട്ട് നീ അതുവഴി അങ്ങ് പൊക്കോണം. പോകുന്നതിന് മുമ്പേ എന്തായാലും നിങ്ങൾ എനിക്കൊരു ഓണസദ്യയൊക്കെ തന്നല്ലേ, ഞാനൊരു ഗിഫ്റ്റ് തരട്ടാ. ഹാപ്പി ഓണം. അമ്മേ, ഈ അച്ഛൻ ഇത് എവിടെ പോയി കിടക്കും? എത്ര നേരമായി? മോളെ നാളെ ഓണം അല്ലേ? പൂ പറിക്കാൻ പോയിരിക്കാ. പൂക്കൾ ഇടണ്ടേ നമുക്ക്? അച്ഛൻ വന്നിട്ട് വേണം എനിക്ക് ഈ കൊമ്പിൽ ഒരു ഊഞ്ഞാലി കെട്ടിട്ട് ആടാൻ. അയ്യോ, പോത്ത് പോലെ വളർന്നു. ഇനിയിപ്പോ ഒരു ഊഞ്ഞാലിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. അബൂവേ വാ, അബൂവിന്റെ മക്കളെ വാ, അബൂപ്പട ഇടത്താഴെ പൂക്കളം കെട്ടാൻ വാ. അതേണ്ടേ മോനെ പൂവ്. ഇത് എവിടെ വെക്കണം? ഇത് ചെമ്പരത്തി പൂ അച്ഛനെ ചെവിയിൽ വെക്കും. ചെമ്പരത്തി പൂവല്ലേ കൊണ്ടുവരുന്നത് ഓണത്തിന്? നിങ്ങളെ ഞാൻ 4 മണി പൂ പറിക്കാനാണോ വിട്ടത്? എന്നിട്ട് പറിച്ചോ? ഞാൻ പോയി എത്ര മണിയായി? 6 മണി. അപ്പൊ 4 മണി പൂവ് എങ്ങനെ പറയും? 6 മണിക്ക് പോയാ സാമാന്യ ബുദ്ധി വേണ്ടേ നിനക്ക്? എന്താ മോനെ, ഞാൻ അച്ഛനോട് പറഞ്ഞല്ലേ എനിക്ക് ഈ കൊമ്പിൽ ഒരു ഊഞ്ഞാല് കെട്ടിത്തരാൻ. 65 വയസ്സായി നടന്നു നടന്നു ഞാൻ ഈ വഴി കിടക്കുന്ന ഇല കയറിയിട്ട് എങ്ങനെ ഊഞ്ഞാല് കിട്ടും? അച്ഛയില് താഴെ പോകും മോനെ ഞാൻ. അച്ഛാ, എനിക്ക് ഊഞ്ഞാല് കെട്ടണോ അച്ഛാ? ഒരു കാര്യം ചെയ്യും, ആരെങ്കിലും കെട്ടിക്കും കേട്ടോ. അയ്യോ, അത് പറ്റൂല. കണ്ണി കണ്ട അണ്ടനെ അടവണ്ണി പിടിച്ച് വിള കെട്ടിക്കാൻ പറ്റത്തില്ല. നീ എന്നാ പറയുന്നത്? എടി ഊഞ്ഞാല് കെട്ടുന്ന കാര്യം പറഞ്ഞത്, അല്ല കെട്ടിക്കൊണ്ട് പോകുന്നതല്ല. രണ്ടുപേരും കൂടി തല്ലു പിടിക്കല്ലേ? നല്ലൊരു ദിവസമൊക്കെ അല്ലേ വരുന്നേ? അച്ഛാ, നമുക്ക് ഓണമൊക്കെ അല്ലേ? നമുക്ക് ഷിബുവേട്ടനെ അമ്മായിനും കൂടി ഇങ്ങോട്ട് ക്ഷണിച്ചാലോ? ആരെയാ? ഷിബുവേട്ടനെ അമ്മായിനും കൂടി ഇങ്ങോട്ട് ക്ഷണിച്ചാലോ? അവനെ ആഴ്ചയിലും അദ്ദേഹം കേട്ടത്തില്ല. അച്ഛൻ എന്താ ഷിബുവേട്ടനോട് ഇത്ര ദേഷ്യം? ദേഷ്യമോ? അവന്റെ സ്വഭാവം നിനക്കറിയാൻ വേണ്ടി. എടി മില്ലിന്ന് അരിയും പിടിച്ചോണ്ട് പോയപ്പം ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞ നാർക്കോട്ടിക്സിൽ വിളിച്ചു പറഞ്ഞതാ അവന്റെ തന്തയുടെ പേരിൽ. അവനെ ഞാൻ ഇവിടെ കറ്റാനോ ആഴ്ച ചെവിക്കലടിച്ച് പറയും. നീ പോകുന്നില്ലേ? ഞാനല്ലേ പോകുന്നു. നിന്നോടല്ല, ഞാൻ എന്നോടാ ചോദിച്ചോ. നീ പോകുന്നില്ലേ? ഞാൻ പോവാ. ഷിബു 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 രാത്രി കിടന്ന് വിസിലടിക്കാറാ. വിസിലടിച്ചതല്ലെന്ന്, പല്ലിന് വിടമുണ്ടെന്ന് കൊണ്ടുവല്ല ആശുപത്രിയിലും കാണിരും കാണിച്ച്. അപ്പൊ ഡോക്ടർ പറയണേ സാരമില്ല, ശരിയാക്കാം സുരേഷ്. പിന്നെ ഈ മരത്തിലാണ് ഊഞ്ഞാലിടേണ്ടത്. ഈ മരത്തിലാണ് ഊഞ്ഞാലിടേണ്ടത്. ഇതിൽ ഒരു ഊഞ്ഞാലല്ല, 3-4 ഊഞ്ഞാൽ ഞാൻ കിട്ടും. 3-4 ആട്ടണ്ട, ഒരെണ്ണം ഉണ്ടാക്കിയാ മതി. ഒരെണ്ണം കിട്ടിയാൽ മതി. ഒരെണ്ണം മതി. അപ്പൊ 1000 രൂപയാവും. എത്ര? 1000 രൂപ. നീ ഇവിടെ പറഞ്ഞ 500 രൂപ മതിയെന്ന്. കേറുന്ന 500, ഇറങ്ങുന്ന 500. ഞാൻ നിനക്ക് 500 രൂപ തരും. നീ കയറിയാ മതി. തിരിച്ചിറങ്ങണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. നിനക്ക് വേണമെങ്കിൽ ഇറങ്ങി വീട്ടിൽ പോ.
ഞാൻ ഉണ്ടാക്കണം. ഷിബു ഇങ്ങനെ റിംസെറ്റ് അടിക്കുന്നത് ഞങ്ങളെ കോടാ പോടാ. ഇവിടെ ഇതെന്ത് ഈ വിഷയത്തില്? നിന്റെ അച്ഛൻ പഴകഞ്ഞിയുടെ കണ്ണ് തെറ്റിക്കാൻ ഇതല്ല. അയ്യോ ഷിബോട്ട് ഊഞ്ഞാലയുടെ കാര്യം എന്തായി? ആണ്ട നിക്കുന്നു. ഇതെന്ത് ഊഞ്ഞാലിട്ടുള്ള കമ്പാ? പറഞ്ഞിടക്ക് എന്തോ നീറ്റക്കോലി നക്ഷത്രം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അച്ഛൻ കേക്കും. അങ്ങനെ ഇറങ്ങി വന്ന് എന്റെ പല്ല് കാണത്തില്ല പറഞ്ഞേക്കാം. ഷിബോട്ടൻ എന്തിനാ ഇയാളെയും കൊണ്ട് വന്നത്? ഊഞ്ഞാല് കെട്ടണ്ടേ? ഷിബോട്ടൻ വന്നു വന്ന് ഇപ്പൊ ഒട്ടും റൊമാൻറ്റിക് അല്ല. ആര് പറഞ്ഞു ഞാൻ റൊമാൻറ്റിക് അല്ലെന്ന്? എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ ഇന്നലെ ടിവിയിൽ മായാനദി സിനിമ കണ്ടപ്പോഴേ അതിലെ നായകൻ മാത്തനുണ്ടല്ലോ, അതിലെ നായിക അപ്പൂനെ എന്താ വിളിക്കണെന്നറിയോ സ്നേഹത്തോടെ? ആപ്സെന്ന്. ഷിബോട്ടൻ മാത്രം എന്നെ അങ്ങനെ ഒന്നും വിളിക്കാറില്ല. നിന്റെ പേരെന്താ? ചിപ്പി. ചിപ്സ് എന്ന് വിളിക്കട്ടെ? അതാകുമ്പോ ഇടക്കിടക്കെടുത്ത് കുറിക്കുകയും ചെയ്യാം. എന്തോടി ഇത്? അത് അച്ഛൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കണതാ. ഉറക്കത്തെ എഴുന്നേറ്റ് കിടക്കുന്നുണ്ട്. ഉറക്കത്തെ എനിക്ക് ഓലിയിടുന്ന ആദ്യമായിട്ട് കാണും. നോക്കിക്കൊണ്ടിരിക്കുന്ന ഊഞ്ഞാല് കെട്ടടാ പെട്ടെന്ന്. ഷിബോട്ടാ, ഞാൻ 3000 രൂപ തന്നിട്ട് കെട്ടുന്ന ഊഞ്ഞാല നല്ല ബലത്തിൽ തന്നെ കെട്ടണം കേട്ടോ. എന്നിട്ട് വന്നേ എത്ര രൂപ? 1000. എത്ര? 1000 അല്ല, 1000ന്റെ കെട്ടല്ലേടാ. കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അടുത്ത് വരെ കമ്മീഷൻ അടിച്ചു മാറ്റുന്നുള്ള ദ്രോഹി നീ. അപ്പൊ എന്നിട്ട് എനിക്ക് 1000 രൂപയല്ലേ? 3000 രൂപ നീ മേടിച്ചെടുക്കല്ലേ? എടാ നിന്നിട്ട് ഞാൻ കൂട്ടില്ല, നിനക്ക് ഊഞ്ഞാലുമില്ല. 3000 തരാം. വേണ്ട 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 വേണ്ട. നിന്റെ അടുത്ത് ഞാൻ പൈസ വാങ്ങിച്ചാലേ പോണ വഴിക്കല്ലേ പാമ്പ് അടിച്ചു പോലൂടാ. അയാൾ എന്താ പറഞ്ഞേ? അവനെ ഊഞ്ഞാലിട്ടതിന് 4000 രൂപ. അയ്യോ എന്റെ പൈസ ഒന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്. അയ്യോ പിന്നെ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഊഞ്ഞാലിട്ട വേറെ ആരെങ്കിലും കിട്ടും നോക്കാം. ഷിബോട്ടൻ എന്താ കെട്ടിയാല്? എനിക്ക് മരത്തിൽ കയറാൻ അറിഞ്ഞൂടാ. എനിക്ക് വേണ്ടി ഷിബോട്ടൻ മരത്തിൽ കേറൂലേ? ഇങ്ങനെ പേടിച്ച പിന്നെ നമ്മൾ എങ്ങനെയാ ജീവിക്കാം? എന്റെ ഷിബോട്ടൻ കേറ്. നിനക്ക് വേണ്ടി മരത്തിലല്ല, എവറസ്റ്റ് കൊടുമുടിയിൽ വരെ ഞാൻ വലിഞ്ഞു കയറും. എന്നാ നോക്കി നിക്കട്ടെ, കേറ്. നോക്കി നോക്കി. എന്തോന്ന് മരവടി ഇത്? എന്റെ അച്ഛൻ വെച്ച മരവാ. അപ്പൊ പാഴ് തടിയായത്. കേറിയോ? കുറുമ്പുണ്ട് കേട്ടോ. നോക്കി. നോക്കിക്കതാ കയറെടുത്ത. എന്നാ നെല്ലിപ്പുളി നെല്ലിപ്പുളി പുള്ളിപ്പുളിക്കിളി പുള്ളിപ്പുലിയാണ് ആടി പുളിയിരിക്കുന്നത്. എടി വാത്സലേ രമണിയെ ഓടി വാടി. കണ്ണിക്കണ്ടവൾ മരം വിളിച്ച് കയറ്റുന്നത് എന്നാ പാതിരാത്രി കാണുകളെ വിളിച്ച് കയറ്റുന്നത്? അവിടെ പെണ്ണുങ്ങളെ വിളിക്കാം. അയ്യോ ഓടി വായോ. നാട്ടുകാരൊന്ന് വിളിച്ച് കൂട്ടല്ലേ അച്ഛാ, ഞാൻ നിങ്ങളുടെ മോളല്ലേ, എനിക്കൊരു തെറ്റ് പറ്റിയതാ. പുലി വന്ന് വലിയ തെറ്റാണോ? എടി പുലിയാണ് വന്നടി മരത്തിന് വെളിയിൽ. പുലിയാ? പുലി. അയ്യോ ഇവൾക്ക് പുലിയെയും പേടിയില്ലേ? അയ്യോ ഓടി വരണേ സഹദേവോ, ഓടി വേടാ പുലിയാടാ പുലി. എന്താ ചേട്ടാ ഇത്? ബാക്കിയുള്ള കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളല്ലോ. എപ്പോഴും ഒറ്റപ്പാടില്ല കളയാണല്ലോ. ഇറങ്ങി പോടാ. അത് ശരി, നാട്ടുകാരെ ഓടി വന്നു പറഞ്ഞ് വിളിച്ചു വിളിച്ച് ഇറങ്ങി പോവാൻ ഞാൻ പറഞ്ഞില്ല. ഇറങ്ങി പോവാൻ പറഞ്ഞു. ഞാൻ പുലിയോട് പറഞ്ഞേ ഇറങ്ങി പോടാ പുലി. പുലി ഇരിക്കുന്നടാ. എന്റെ ദൈവമേ, ഇതെന്താ പുലിയാ ഇത്? ചേട്ടാ ഇത് ചീത്തപ്പുലിയാ, ചീത്തപ്പുലി. ചീറ്റയാലും അത് ഭയങ്കര പുലിയാണ്. അത് ഒരു കാര്യം ചെയ്യാം, എടാ ഫയർഫോഴ്സിനോ ഫോറസ്റ്റിനോ അല്ലെങ്കിൽ പോലീസിനോ വിളിച്ചൊന്ന് വിവരം പറ. എന്തായാലും ചേട്ടാ അന്യായ ഭാഗ്യമുണ്ട്. ഭാഗ്യം പറഞ്ഞ പച്ചക്കുതിരയാണോ വന്നിരിക്കുന്നത്? പുലിയാണ് അത്. അതല്ലെന്ന് ഓണായിട്ട് അളിയൻ വന്നിട്ടുണ്ട്. ഇത്ര നല്ല ഓഫായിട്ട് കിടക്കുന്ന അളിയൻ. അത് ഓണത്തിന് എന്റെ അളിയൻ വീട്ടിൽ വന്നിട്ടുണ്ട്. ഈടാ ഓണത്തിന് നിന്റെ അളിയൻ വീട്ടിൽ വന്നെങ്കിൽ ഞാൻ എന്തെടുക്കാൻ? അവിടെ പുലി ഇരിക്കുന്ന കണ്ടില്ലേ? ചേട്ടാ എന്റെ അളിയൻ ആരാന്നറിയാവാ? ഷാർപ്പ് ഷൂട്ടറാണ്. ഷാപ്പിലെ കൂട്ടറോ? ഷൂട്ടറല്ലെന്ന്, അന്യായ വേട്ടക്കാരനാണ്, അന്യായ വെടിവെപ്പുകാരനാണ്. വെടിവെപ്പുകാരനാ? നീ അകത്ത് പോയി പുള്ളി ഒന്ന് വിളിക്കാം. നമുക്ക് പുള്ളി വന്നു കഴിഞ്ഞാണ്ടല്ലോ ഒറ്റ വെടിക്ക് അടിച്ച് താഴെ ഇടും.
ഒന്ന് ചോദിച്ചോട്ടെ, അടിച്ച് താഴെ ഇടുവോ അത് വെടിവെച്ചിടുവോ? ഏതാ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയെങ്കിലൊക്കെ അടിച്ച് താഴെ ഇടും. എന്നാ വിളിക്കടാ, മാട്ടാൻ വിളിച്ചിട്ട് വരാം. എന്റെ തമ്പുരാനെ എന്നാ ചെയ്യുമെന്ന് എനിക്കറിയാം. ഇവിടെ പുലിയല്ലേ അതിനടിക്കുന്നു. അയ്യോ എന്റെ അച്ഛനെ തിന്നല്ലേ, അയ്യോ എന്റെ അച്ഛനെ തിന്നല്ലേ, എന്റെ അച്ഛൻ പാവാണ്. എന്റെ അച്ഛൻ ബാവുവോ? അവിടെ അച്ഛൻ ബാവുവോന്ന് പറഞ്ഞപ്പോ ഞാൻ ആരാടി? അയ്യോ അച്ഛൻ പാവാണെന്ന്. ആ അപ്പൊ എന്തോ ചുട്ടിക്കളിയുണ്ട്, എനിക്ക് മനസ്സിലാകുന്നത്. അത് പോട്ടെ ആള് വന്നാൽ ഞാൻ വെടിവെച്ചങ്ങ് ഇട്ടാ മതി. അതെ ബാബാ സന്തോഷം. വേണ്ട നിങ്ങൾ ഈ പുലി എവിടെ കെട്ടിയിട്ടേക്കുന്നത്? പുലിയാണ് തോർത്തിനകത്താ. എന്നാ എന്റെ ഇടോ മരത്തര മേടി കയറിയിരിക്കുന്നോ പുലി. അയ്യോ പുലി! കളിയെന്തിനാ ഓടുന്നത്? അതെ ഞാൻ പേടിച്ചിട്ട് ഓടിയതല്ല, ആ പുലിയെ പേടിപ്പിച്ചതാ. പുലിയെ പേടിപ്പിച്ചതാ? അതൊക്കെ ഞാൻ പേടിച്ച് ഓടിയ പോലെ തോന്നുവാ. നിങ്ങൾ വെടിവെക്ക എങ്ങനെയല്ലോ? ഒരിക്കലും ഞാൻ വെടിവെക്കാം. ചുമ്മാ അങ്ങോട്ട് വന്ന് വെടിവെക്കാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് അതെ അതെ, നമുക്ക് ഈ തോക്കുകൊണ്ട് വെടിവെക്കാണ്ടേ കമ്പി കൊണ്ട് കുത്തിയിടാൻ പറ്റുമോ? അതെ ശീമച്ചക്കയല്ല കിടക്കുന്ന പുലിയാ. ഇങ്ങോട്ട് മാറി വെച്ചാ ഇങ്ങോട്ട് മാറി വേഗോട്ടെ പെട്ടെന്ന് ആട്ടെ കേട്ടോ അളിയാ. അതെ ഈ എണ്ണ അറിയോ ആർക്കെങ്കിലും? ഞാൻ എണ്ണാം. ആണോ? എത്ര വരെ എണ്ണണം? 5 വരെ എണ്ണണം. അല്ല 5 വരെ എന്തിനാ എണ്ണുന്നു? 5 എന്ന് പറയുമ്പോ ഒരു പഞ്ചുണ്ട്. ഓ ശരി. ആ പഞ്ചിന്റെ കാഞ്ചി വലിച്ച പുലി താഴെയാ. ഞാൻ എണ്ണാം. 5 വരെ എണ്ണുമല്ലോ. 5 ഞാൻ റെഡിയാ. അപ്പൊ ഞാൻ റെഡി എന്ന് പറയുമ്പോ 5 എണ്ണം. നിങ്ങൾ വെടിവെക്ക. ഓക്കെ ഓക്കെ റെഡി. 5 അല്ല 5 കഴിച്ചാൽ 5 പറഞ്ഞു കീച്ചു. റെഡി. 5 ബാത്തിക്കൊപ്പം തരും കേട്ടോ. നിങ്ങളല്ലേ പറഞ്ഞു 5 പറയാൻ പറഞ്ഞു. അളിയാ അങ്ങനെ പോലെ അളിയാ ഒന്ന് സഹായിച്ചിട്ട് പോകും. പുലിയെ വെടിവെച്ചാൽ പിന്നെ വേറെ ആരാ ഉള്ളത്? പിന്നെ അളിയ ഒരു കാര്യം ഞാൻ പറയാം. എന്തായാലും പുലിയെ വെടിവെക്കും. അതിന്റെ മർമ്മ സ്ഥാനത്ത് തന്നെ വെടിവെക്കും. അത്രേ ഉള്ളൂ. അതിന്റെ നട്ടല് തന്നെ നോക്കി ഞാൻ വെടിവെക്കും. അയ്യോ അത് പറ്റില്ല, സൈക്കിളിൽ നിന്ന് വീണതാ. സൈക്കിൾ എവിടെ പുലിയോ? അല്ല വല്ല സൈക്കോ പുലിയൊക്കെ ആണെങ്കിൽ ചേട്ടനെ കടിച്ച് കീറിക്കളി, അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും അല്ലേ? നിങ്ങൾ പിടി ചെയ്ത് വെടിവെക്കുന്നത്. ഞാൻ വെടിവെക്കാം. മാറ് നീ എണ്ണ എന്താ കേട്ടോ? ഞാൻ തന്നെ എണ്ണി വെച്ചോളാം. 5 വേണ്ടല്ലോ. വേണ്ട ഒന്നും വേണ്ട. എണ്ണിക്കോ. മിണ്ടാതിരുന്നാ മതി. റെഡി. റെഡി. 1 2 ഒറ്റ കീറിയാൽ തന്നാട്ടല്ലോ. ആ കപ്പാടെ 2 ഉണ്ടേ ഉള്ളായിരുന്നു. അത് 2 ഉണ്ട പാടായി. ഞാൻ 10 വർഷം സൂക്ഷിച്ചു വെച്ച ഉണ്ടയാ. ഒരു ഉണ്ടല്ലോ, അതുകൊണ്ടെങ്കിലും വെടിവെക്ക. ഞാൻ വെടിവെക്കുന്നില്ല, കിളി വെക്കുന്നില്ല. ഞാൻ പോവാ. എന്തായാലും അങ്ങനെ പറഞ്ഞു പോവല്ലേ? ഞാൻ പോവും. നിങ്ങൾ വെടിവെക്ക. തോക്കരത്തില്ല. നിങ്ങൾ പോയേ. ഈ പുലിയെ ഞാൻ വെടിവെക്കാം. അച്ഛാ പുലി പാവാ, അച്ഛാ പുലി പാവാ. ചോര നിറയ്ക്കാൻ മാറി. നമ്മളൊന്നും ചെയ്തില്ലല്ലോ അച്ഛാ. പുലി പാവല്ലേ. മിണ്ടരുത്. എന്റെ പറമ്പിരിക്കുന്ന മരത്തിരിക്കുന്ന പുലിയെ എനിക്കറിയാം വെടിവെക്കാൻ. റെഡി. 5 അയ്യോ പുലി, അയ്യോ എന്റെ പുലി, അയ്യോ ഞാൻ അപ്പോഴേ പറഞ്ഞത് ആ പുലി പാവാന്ന്. അയ്യോ വെടി കൊണ്ടല്ലോ എന്നിട്ട്. അയ്യോ അയ്യോ പുലിയുടെ പഴവോ? വാലാ ഇത്? വാലാണോ? അയ്യോ പുലിയുടെ വാലിന് തന്നെയാണ് വെടി കൊണ്ടത്. വേറെ എവിടെ കൊണ്ടുള്ള ആ സാധനം താഴെ വീഴത്തില്ലേ? പുലി അനങ്ങുന്നില്ലല്ലോ. എനിക്ക് ഉന്നൊക്കെ ഉണ്ടല്ലേ. ഷിബു 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 ഷിബുവേ ഷിബുനെ കണ്ടോ? ഷിബു 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 ആ കൊച്ചിന് ഊഞ്ഞാല് കെട്ടിത്തരാൻ വേണ്ടി വന്ന ഷിബു എവിടെ? നീ ആരാണ് ഉദ്ദേശിക്കുന്നത്? അതെ ഈ കൊച്ചിന് ഊഞ്ഞാല് കെട്ടി കൊടുക്കാൻ വേണ്ടിട്ടേ പുലിയുടെ ഡ്രസ്സുമായിട്ട് ഷിബു വന്നു. ഇപ്പൊ കാണുന്നില്ല. പുലിയുടെ ഡ്രസ്സിൽ അപ്പൊ മേളിയിരിക്കുന്നത് ആരാ? ഷിബു ആണോ? നീ മേലേക്ക് അറിയാ? എടാ 500 രൂപ ഞാൻ ഊഞ്ഞാല് കെട്ടിത്തരാ. നീ ഇറങ്ങി വരാൻ. അത് ശരി. നിന്നോട് ഞാൻ പറഞ്ഞാണോ ഈ പറമ്പിൽ കാലുമൊന്നല്ലെന്ന്? നീ വേഷം മാറി വന്നിരിക്കണല്ലേ? എന്നെ അടിക്കൂലെന്ന് ഉറപ്പ് വന്നാ ഇറങ്ങാം. ഈ ആദ്യം താഴോട്ട് ഇറങ്ങാൻ നമുക്ക് തീരുമാനിക്കാം. വേണോ വേണ്ടോ? 2 ഉണ്ടായിരുന്നുള്ളൂ, അത് 2 പോയി. നീ എന്നെ ഇട്ട് പുറകളിപ്പിക്കായിരുന്നല്ലേ? അതിന് ഇനി എന്നെ കളിപ്പിക്കാതിരിക്കണ്. ആദ്യം കളിക്ക് പോടാ അവിടുന്ന്. അച്ഛാ അത് ഊഞ്ഞാല് കെട്ടിത്തരാൻ വന്നതാ അച്ഛാ. പിന്നെ പാദയാത്രയ്ക്കല്ലേ ഊഞ്ഞാല് കിടന്നു. എന്റെ മനുഷ്യ, പുലി കയറിയ വീട്ടിൽ ഇനി ആരെങ്കിലും പെണ്ണിനെ വന്ന് കെട്ടോ? നിങ്ങൾ ഇതൊന്ന് പറഞ്ഞ് സോൾവ് ആക്ക്, എന്നിട്ട് അവരെ തമ്മിൽ ഒന്ന് ഒന്നിപ്പിക്കും. എന്ന് പറഞ്ഞാൽ മേലും കൂലിയില്ലാത്ത ഇവനെ എങ്ങനെ കൊണ്ട് കെട്ടിക്കും? ജോലിയില്ലെന്നേ ഉള്ളൂ. മാസം ഒരു 10,000 രൂപ ഞാൻ സമ്പാദിക്കും. 20,000 രൂപ? എടാ എന്റെ പെണ്ണിനുണ്ടല്ലോ മാസം 15,000 രൂപ ഞാൻ പോക്കറ്റ് പണി കൊടുക്കുന്ന അറിയാവോ? ആ 15,000 കൂടെ ചേർത്താ ഞാൻ 20 പറഞ്ഞേ. അത് ശരി. കൊല്ലും ഞാൻ. അച്ഛാ വേണ്ട പാവല്ലേ. എന്ത് പാപ്പൊന്നും? ഇറങ്ങടാ അങ്ങോട്ട്. നിന്നെ വാടാ ഇവിടെ വാ. ബോധമില്ലാത്തവർക്ക് വെടിവെച്ചോണ്ട് ഉണ്ട കൊള്ളാതെ നീ രക്ഷപ്പെട്ടു. അതിനാലല്ലേ വെടിവെച്ചത്? എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആണോ? അച്ഛാ ഞാൻ കല്യാണം കഴിക്കണ ഷിബേട്ടിനെ മാത്രമേ കല്യാണം കഴിക്കൂ. എടാ നിന്റെ ബാല മാത്രല്ലേ വെടി കൊണ്ടുള്ളൂ, വേറെ കൊണ്ടില്ല. ഇല്ല എന്റെ മോടെ ഭാഗ്യം.
സത്യം പറഞ്ഞ എന്റെ സങ്കല്പത്തിലെ മരുമോൻ ഇതല്ല, അവനൊരു പുലി ആയിരിക്കണമെന്നായിരുന്നു. ആ, അതിനിപ്പോ എന്താ മാമ, ഞാനിപ്പോ പുലിയല്ലേ. അതെ, തലയും വാലും ഇല്ലാത്ത കഴുതപ്പുലി. ചിപ്പി, ശ്രീബു, ഓടാ. ശരി, നമുക്ക് അപ്പൊ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് ഇന്ന് ഏതൊക്കെ കരക്കാർക്കാണ് സമ്മാനം നേടിയിരിക്കുന്നത് എന്നുള്ളതും, മികച്ച ചളി, മികച്ച കൗണ്ടർ, മികച്ച പുഴുങ്ങൽ, ഇതൊക്കെ ആർക്കൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. നമുക്കൊരു ചേഞ്ചിന് ഇന്ന് മികച്ച പുഴുങ്ങൽ തന്നെ തുടങ്ങാം. പുഴുങ്ങി തുടങ്ങാം അല്ലേ? ദൈവമേ, ഇന്നെങ്കിലും ശ്രീവിദ്യക്ക് പുഴുങ്ങല് അത് കിട്ടല്ലേ, കേട്ടില്ല, ചളി മാത്രം. ചളിയും കിട്ടല്ലേ. ഈ പ്രാവശ്യം ശ്രീവിദ്യ അത്ര കടുത്ത മത്സരമായി പോയി ചേച്ചി ഇത്തവണ. ഓ, നോമിനേഷൻ ഉണ്ടോ? ഇന്ന് ഈ പ്രാവശ്യം ഇത് നോബിക്കാണ് മികച്ച പുഴുങ്ങല. പുഴുങ്ങൽ. ഏതിനാ നമ്മുടെ പ്രേക്ഷകർക്ക് കാണിക്കാം. അതെ അതെ. കാണൂ ചാനൽസിലാണെങ്കിൽ നമ്മൾ ഓണത്തിന് ഒരു 10 ഡേയ്സോ ഒരു 2 ആഴ്ച മുമ്പേ തൊട്ടിട്ട് തന്നെ സദ്യയും ആഘോഷങ്ങളും എല്ലാം തുടങ്ങും. അപ്പൊ ഇത് നമുക്ക് വേണ്ടിയാണ്. പിന്നെ നമ്മൾ ഈ സെലിബ്രിറ്റി ആയിട്ട് ഒരു ഇനോഗ്രേഷൻസോ അതിന് വേണ്ടി അടുത്ത 6 മാസം വരെ ഓണമാണ്. ഗൾഫിലൊക്കെ ക്രിസ്മസ് വരെ ഓണം ഉണ്ട്. ക്രിസ്മസ് വിത്ത് ഓണം, അല്ല ഓണം വിത്ത് ക്രിസ്മസ്. അപ്പൊ വിത്ത് റംസാൻ, വിഷു എല്ലാം കൂടെ ഒരുമിച്ചാണ്. ബെസ്റ്റ് പുഴുങ്ങൽ അവാർഡ് നോബി. അന്തരീക്ഷത്തിൽ നിന്ന് 2 എണ്ണം ഓണം. വീണ്ടും ഓണമായിട്ട് മികച്ച കൗണ്ടർ നിങ്ങൾക്ക് തന്നെയാണ്. മികച്ച കൗണ്ടർ ആണോ? അത് ഒരു കോയിന്റെ 2 വശം പോലെ ഈ മികച്ച പുഴുങ്ങലും മികച്ച കൗണ്ടറും രണ്ട് എക്സ്ട്രീം അല്ലേ? Yes, counter 2 ഏതാണ്? എക്സ്ട്രീം, ഒരു 2 സൈഡ്സ് ഓഫ് സെയിം കോയിൻ എന്ന് പറയുന്ന പോലെ. ഏതാണ് അറിയോ? ഈ ഓണത്തിന് സദ്യയിലൂടെ കുപ്പി കൊടുക്കുന്ന സ്ഥലം വേറെ ഏതിലുണ്ടോ? ആ ഉണ്ടോ? എവിടെയാണ്? നെടുമങ്ങാട്ടൊരു വീട്ടില് അയാളെ മൂത്ത മകന്റെ പേര് അഖില്. മനസ്സിലായില്ലേ? അതാണ് നോബി ഉണ്ടാൽ. കൊല്ലുകയും ചെയ്യും, ആത്മഹത്യ ചെയ്യും. വീണ്ടും അന്തരീക്ഷത്തിൽ അതാ 2 ഓണത്തിന് വീണ്ടും 2 എണ്ണം. 4 എണ്ണം. പക്ഷേ ഈ പ്രാവശ്യം ഒരു സർപ്രൈസ്. മികച്ച ചളിക്ക് ആ, അവാർഡ് ആർക്കാ കിട്ടുന്നത് അറിയോ? ആർക്കാ? ആരും പ്രതീക്ഷിക്കാത്ത ഒരു ആൾ അപ്പൊ ചേച്ചി കേറി സ്വയം കഴുത്തിലിടാൻ പോണം. അല്ല മോളെ, അല്ല, നമ്മളുടെ എലീന കുട്ടിക്കാണ്. നോബിക്ക് പറഞ്ഞ ആ ഒരു കമന്റ് ഇല്ലേ, എന്താണ്? എങ്കിൽ നോബി ചേട്ടന്റെ പേര് ഞാൻ ആക്കുന്നു മലയാളത്തിലേക്ക്. ഈച്ചയില്ല വെഞ്ഞാറമൂട്. യെസ്, നോബി. പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡല്ലേ കിട്ടിയത്, കൈയടിക്കാൻ. ഒരുപാട് സന്തോഷമുണ്ട് എന്റെ ഈച്ചയില്ല നോബി. എല്ലാരും കൈയടിക്കുന്നത് സാഹിത്യ അക്കാദമി അവാർഡ്. എന്നാ പിന്നെ ബാക്കി ഇവിടുന്ന് തന്നെ നിന്നങ്ങ് ചെയ്തു പോകുന്നതിൽ ഞാൻ എന്റെ അച്ഛന്റെ അമ്മയുടെ മുഖത്ത് ഇങ്ങനെ നോക്കും. എന്നാൽ പ്രേക്ഷകരെ, ഇന്നത്തെ ഏറ്റവും മികച്ച കര ഏതാന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഡേടേ, ആ കിളവനെ വിളിച്ചെണീപ്പിക്കും. അല്ല, ഇവളിപ്പോ എപ്പിസോഡ് കഴിയുമ്പോ സങ്കടപ്പെട്ട് ഫോൺ വിളിക്കും. ശ്രീവിദ്യ, അച്ഛാ ഇന്ന് എനിക്ക് ചെളി കിട്ടിയില്ല അച്ഛാ. എങ്ങനെ നോക്കുമെന്ന് വീട്ടിൽ നിന്ന് വഴക്ക് പറയും. എന്ത് മേടിച്ചു വരണം. ഈ ഒരു മികച്ച കര അവാർഡ് കൊടുക്കാൻ പോണത് ഞാൻ ആർക്കാണ്? ആർക്കാക്കി തന്നോളൂ ചേച്ചി. ഏത് കരക്കാണ് ലഭിക്കാൻ പോകുന്നത്? തെക്കേ കരക്ക. തെക്കേ കര. ഇത് മാത്രല്ല, ഒരു മിനിറ്റ് തെക്കേ കരക്ക് മാത്രല്ല ഇനിയുണ്ട്. ഒരു ഓണം ആഘോഷല്ലേ? ഇതാർക്കാണ്? പൊട്ടാത്ത തോക്ക് അകലേട്ടൻ. കൊടുക്കാം അല്ലേ? പൊട്ടാത്ത തോക്ക് അഖിലേട്ടൻ. അതെങ്കിലും കിട്ടിയല്ലോ വീട്ടുകാരുടെ സമ്മാനമാണ്. അഖിലിന് കിട്ടിയ ഒരു പൊട്ട തോക്ക്. നീ ഇത് നോക്കൂ. മെല്ലെ ഉളുക്കരുത്. കറക്റ്റ് ലുക്കാണ് ഇത്. ഒരു മിനിറ്റ് അല്ലേ, ഒരു മിനിറ്റ്. കറക്റ്റ് മ്യാമിന് പറ്റിയ സാധനം. ഷേവ് ചെയ്യാത്ത പുലി. രണ്ടെണ്ണുണ്ട്. 2 പേർക്കുണ്ട്. 2 എണ്ണോ? ആ, അപ്പൊ ഇതെന്താണ്? ഒരു ആൺപുലിയും പെൺപുലിയും. ചേച്ചി, എനിക്കൊരു റിവോൾവർ കൂടെ തരുമോ? ഇവൾക്ക് തോക്കില്ല. നോബിയുടെ പുലിയല്ല, പേർഷ്യൻ കാറ്റായി. പ്രേക്ഷകരെ, ഓണാഘോഷ പരിപാടികൾ ഇവിടെ ആരംഭിക്കുന്നു.
നിർത്തുന്നു. നമ്മൾ വീണ്ടും വരും. Why so serious comedy masters? Full on